ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ പഴം നടു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 2 പീസാക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര വലിപ്പം ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയാക്കി ചേർത്തിട്ടുണ്ട് ഞാൻ. വീട്ടിലേക്കുള്ള ആവശ്യത്തിനായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് കഴിക്കാൻ, ചായക്ക് കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ചെറുതാക്കി എടുത്തത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദ, കോഴിമുട്ട, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഫുഡ് കളറ് ചേർത്തുള്ളൂ കേട്ടോ. കുറച്ച് ചേർത്തുള്ളൂ, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ പഴംപൊരി കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ പഴംപൊരിയാണ്. അപ്പോൾ നമ്മൾ വലിപ്പം നോക്കിയില്ല, ചെറിയ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കട്ടൻ ചായ പഴംപൊരി. ഇതാണ് നമ്മളുണ്ടാക്കിയ പഴംപൊരി. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. കഴിക്കാൻ കഴിയാം. ഇപ്പം പൊരിച്ചെടുത്തതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ പഴം നടു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 2 പീസാക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന